നമസ്കാരം ശ്രീജിത്ത് പണിക്കർ. നമസ്കാരം. ശ്രീജിത്ത്, ഈ അമേരിക്കയിൽ ഹമാസിനെ പിന്തുണയ്ക്കുന്നു, യുഎസിനെതിരെ സമരം ചെയ്യുന്നു, ജൂതവിരുദ്ധ നിലപാടുകൾ പ്രചരിപ്പിക്കുന്നു എന്നുള്ള പേരിൽ ഭരണകൂടം ഒരുപാട് വിദ്യാർത്ഥികൾക്ക് നിരീക്ഷണം കർക്കശമാക്കിയിട്ടുണ്ട്. പലരെയും ഡിപ്പോർട്ട് ചെയ്യുന്നൊക്കെയുണ്ട്. ഇതിൽ പ്രധാനമായും നമ്മൾ കാണേണ്ടത് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ പേരുകൾ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, യുഎസിന്റെ കർക്കശമായ നിലപാട് അവിടുത്തെ ഈ വിദ്യാർത്ഥികളുടെ തീവ്രവാദ ബന്ധങ്ങളെ കുറയ്ക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാജ്യത്തുള്ള ഇല്ലീഗൽ ഇമിഗ്രേഷൻ അത് ഒഴിവാക്കുക എന്നുള്ളത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൻ്റെ നടപടികൾ അവരവിടെ ചെയ്തു വരുന്നുണ്ട്. രണ്ട്, അമേരിക്കയിലുള്ള വിഭവങ്ങൾ, ആ വിഭവങ്ങൾ എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള റിസോഴ്സസ് ആണെങ്കിലും, ഇനി അതല്ലാതെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള റിസോഴ്സസ് ആണെങ്കിലും, പഠന സൗകര്യങ്ങളാണെങ്കിലും, തൊഴിൽ സാധ്യതകളാണെങ്കിലും ഒക്കെ തന്നെ അവിടെയുള്ള പൗരന്മാർക്കും ലീഗലായിട്ടുള്ള ഇമിഗ്രൻസിനും മാത്രമായിട്ട് അവർ റിസർവ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പലതരത്തിലുള്ള വീസ, അത് എത്രത്തോളം നമുക്ക് ആ വിഭവങ്ങൾ ഉപയോഗിക്കാം എന്നതുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള വീസ അവർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ പഠനത്തിൻ്റെ ആവശ്യത്തിനായിട്ട് ലഭിക്കുന്ന വീസയിൽ അവിടെ ചെന്നതിന് ശേഷം പഠിച്ചിട്ട് മടങ്ങുക എന്നതിന് പകരം അവിടെ പൊളിറ്റിക്കൽ ആക്ടിവിസം കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ചില ആൾക്കാർ കൂടിയുണ്ട്. അപ്പോൾ അവർക്ക് അനുവദനീയമായിട്ടുള്ള ഒരു ഏരിയയിലാണോ അവർ ഇൻവോൾവ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും നിയമപ്രകാരം അങ്ങനെയല്ല. അപ്പോൾ അതിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനൊക്കെ തന്നെ പരിധികളുണ്ട് എന്ന് നമുക്കറിയാം. ഒന്നും അബ്സല്യൂട്ട് അല്ല. പ്രത്യേകിച്ച് അമേരിക്ക പോലെയുള്ള രാജ്യത്ത് നമ്മളൊരു ലീഗലായിട്ടുള്ള ഇമിഗ്രൻ്റ് ആണെങ്കിലും അവിടെ ചെന്നതിന് ശേഷം നമുക്ക് ഇടപെടാൻ കഴിയുന്നതും കഴിയാത്തതുമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു വീസ കാലാവധി ഔട്ട്സ്റ്റേ ചെയ്യുന്നു എന്നതുപോലെ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് വിസയാണ് എങ്കിൽ മറ്റുള്ള പല കാര്യങ്ങളിലേക്കുമുള്ള നമ്മുടെ ഇടപെടൽ എന്ന് പറയുന്നത് വളരെ പരിമിതമായിരിക്കുകയോ ചില മേഖലകൾ നമുക്ക് ടോട്ടലി നമുക്ക് കോർഡൻ ഓഫ് ചെയ്തിരിക്കുന്ന മേഖലകളുമായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്ന രഞ്ജനി ശ്രീനിവാസൻ്റെ കേസാണെങ്കിലും ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ബാദർ ഖാൻ സൂരിയുടെ കേസാണെങ്കിലും ഒക്കെ തന്നെ അവരുടെ വീസ എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് വീസയാണ്. അപ്പോൾ അത്തരം വീസയിൽ അവർ അവിടെ ചെല്ലുന്നു, അവർ പഠിക്കുകയോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ റിസർച്ച് അസോസിയേറ്റ് ആയിട്ടൊക്കെ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്തതിന് ശേഷം മറ്റുള്ള സമയത്ത് ഇവരെന്തിനാണ് അവിടെ പൊളിറ്റിക്കൽ ആക്ടിവിസം കാണിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളതൊരു പ്രശ്നമാണ്. അങ്ങനെയുള്ള ആൾക്കാരെ മുഴുവനും തെരഞ്ഞുപിടിച്ച് അവരുടെ വീസ റദ്ദ് ചെയ്യുമെന്നും അമേരിക്കക്കാരല്ലാതെ ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാ ആൾക്കാരെയും തിരിച്ച് നാട്ടിലേക്ക് വിടും എന്നുള്ളത് ട്രംപ് ഭരണകൂടത്തിൻ്റെ ഒരു പ്രഖ്യാപിത നിലപാടാണ്, ഡിക്ലെയർഡ് പോളിസിയാണ്. അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്ന ഒരു കാര്യത്തിൽ ഇതിൻ്റെ വരുംവരാഴികളെക്കുറിച്ച് കൃത്യമായിട്ട് അറിയേണ്ടത് അവിടെയുള്ള ഈ സ്റ്റുഡൻറ്റ് വീസയിൽ അവിടെ ചെന്ന് പഠിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കാർ ഈ ആക്ടിവിസത്തിന് പോവുകയും ആ രാജ്യത്ത് നിരോധിക്കപ്പെട്ട ഒരു സംഘടനയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഹമാസിന് പിന്തുണ നൽകുകയും ഒക്കെ ചെയ്യുക എന്ന് പറയുമ്പോൾ അങ്ങേയറ്റത്തെ കുറ്റകൃത്യമായിട്ട് വേണം അവരിതിനെ കണക്കാക്കാൻ. അങ്ങനെയാണ് നമ്മുടെ രഞ്ജനി ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ള അവിടെ പഠിച്ചുകൊണ്ടിരുന്ന കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിനിയായിരുന്ന ഡോക്ടറൽ സ്റ്റുഡൻ്റ് ആയിരുന്ന അവരുടെയൊക്കെ തന്നെ വീസ റദ്ദ് ചെയ്യുന്നതും അവസാനം അവർക്ക് ഉണ്ടായിരുന്ന സെൽഫ് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് അവർ തിരിച്ച് ഇന്ത്യയിലേക്ക് സ്വയം ഡീപ്പോർട്ട് ചെയ്യുന്നതും നമ്മൾ കണ്ടതാണ്. ഇനി ഇത് കൂടാതെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള സ്റ്റുഡൻസിനെ മുഴുവനും ഇവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവരെ ഒക്കെ തന്നെ ഇവർ ഡീപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡീപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ സ്വന്തമായിട്ടുള്ള ഓപ്ഷൻസ് ഉപയോഗിക്കുന്നവരുണ്ട്, ഇനി അതല്ലാതെ നിയമ നടപടികൾ നേരിടുന്ന ആൾക്കാരുമുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് ഇപ്പോൾ ഈ ബാദർ ഖാൻ സൂരി എന്ന് പറയുന്ന ഒരാളിൻ്റെ പേര് പോലും നമ്മൾ കേൾക്കുന്നത്. ഇത് ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. വീണ്ടും നമ്മൾ ഈ നോക്കുന്ന സമയത്ത് ഡോക്ടറൽ അല്ലെങ്കിൽ പോസ്റ്റ് ഡോക്ടറലായിട്ടുള്ള അസോസിയേറ്റ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവരെല്ലാം. എന്ന് വെച്ചാൽ വിദ്യാഭ്യാസത്തിന് യാതൊരു വിധത്തിലുള്ള കുറവുമില്ലാത്ത, ഒരു രാജ്യത്തെ നിയമങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ആൾക്കാർ തന്നെയാണ് ഇവരെല്ലാവരും. അപ്പോൾ നേരത്തെ രഞ്ജനി ശ്രീനിവാസന്റെ കാര്യത്തിൽ ഹമാസുമായിട്ടുള്ള ബന്ധമല്ല അവിടെ ആരോപിക്കപ്പെട്ടത്, മറിച്ച് ഹമാസിനെ പിന്തുണച്ചു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഈ സുരിയുടെ കാര്യത്തിലാണെങ്കിൽ ഹമാസുമായിട്ട് ബന്ധമുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ആരോപണം ഉണ്ടാകുന്നുണ്ട്. അദ്ദേഹം സോഷ്യൽ മീഡിയ വഴി അതുമായി ബന്ധപ്പെട്ട് പ്രൊപ്പഗണ്ട വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിനെ ഡീറ്റെയിൻ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് കോർട്ട് ഹിയറിങ്ങിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ത് ആവശ്യത്തിനാണ് അവിടെ പോകുന്നത്. അദ്ദേഹം ഒരു ഫോറിൻ എക്സ്ചേഞ്ച് സ്റ്റുഡൻ്റ് ആയിട്ട് ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റിയിൽ വരുന്നു. എന്നിട്ട് അവിടെ നിന്നതിന് ശേഷം അദ്ദേഹത്തിനുള്ള ബന്ധങ്ങളെക്കുറിച്ച് ഇവർ പറയുന്നത് ഒരു ടെററിസ്റ്റ് എന്ന് കരുതുന്ന അല്ലെങ്കിൽ ടെററിസ്റ്റ് ആകാൻ സാധ്യതയുള്ള ആ രീതിയിലത്തേക്ക് സംശയിക്കപ്പെടുന്ന ഒരാളുമായിട്ട് ഇദ്ദേഹത്തിന് വളരെ അടുത്ത ബന്ധമുണ്ട് എന്നാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കേവലം ഹമാസ് എന്ന് പറയുന്ന ഒരു സംഘടനയെ പിന്തുണച്ചു എന്നുള്ളതല്ല, അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിൽ പങ്കെടുത്തു എന്നുള്ളതല്ല, മറിച്ച് അങ്ങനെയുള്ള ഒരാളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നേരിട്ട് ഹമാസിൻ്റെ പ്രൊപ്പഗണ്ട പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അതേപോലെ ആൻറ്റി സെമിറ്റിസം അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒക്കെ തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടൊക്കെ തന്നെ ഇയാൾ ഇതിന് ശ്രമിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല,
അവിടുത്തെ ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അസിസ്റ്റൻറ്റ് സെക്രട്ടറിയാണ്. അപ്പോൾ ഇങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാരാണ് ഇത് പറയുന്നത്. നേരത്തെ ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ സെക്രട്ടറിയാണ് രഞ്ജനി ശ്രീനിവാസന്റെ കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞത്. ഇതിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരു അസിസ്റ്റന്റ് സെക്രട്ടറിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധം അവിടെ ഉണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടി ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. ഇയാൾക്ക് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ആയിരിക്കുന്ന ഒരു കാര്യം, ഇയാളുടെ ഭാര്യ ഗാസയിൽ നിന്നുള്ള ആളാണ്. US സിറ്റിസൺ ആണ്, പക്ഷേ ഒറിജിനലി ഗാസയിൽ നിന്നുള്ളതാണ്. അവരും അവിടെ റിസർച്ച് ആവശ്യത്തിനായിട്ട് അമേരിക്കയിൽ കഴിയുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ബന്ധം സസ്പെക്ട് ചെയ്യപ്പെടും എന്നുള്ളത് ഇവർ മനസ്സിലാക്കേണ്ടതായിരുന്നു. എന്നിട്ട് ഈ രീതിയിലത്തേക്കുള്ള മറ്റുള്ള ആൾക്കാരുമായിട്ടുള്ള കണക്ഷൻസ് ഒക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് എന്ത് വീസയിലാണോ അവരവിടെ കഴിയുന്നത് അതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളല്ലാത്ത മറ്റ് കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. വളരെ കൃത്യമായിട്ട് പറയാം, അമേരിക്ക ചെയ്യുന്ന നടപടി ശരിയായ നടപടിയാണ്. അപ്പോൾ അതിനെതിരെ മനുഷ്യാവകാശ പ്രവർത്തകർ എന്ന് അവകാശപ്പെടുന്ന ആൾക്കാർ, അതല്ല എങ്കിൽ ഈ ലീഗലായിട്ടുള്ള ഇമിഗ്രൻസിനുള്ള റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറയുന്ന ആൾക്കാർ, ഇനി അതുമല്ല എങ്കിൽ പ്രതിഷേധിക്കാനുള്ള അവകാശം മനുഷ്യനില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർ, ഇവരെല്ലാവരും തന്നെ ഇപ്പോൾ ഇവർക്ക് പിന്തുണയുമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിൻ്റെ സ്വതന്ത്ര പരമാധികാരം, അവിടെയുള്ള പോളിസിയുടെ നിർവഹണത്തിൽ ആ രാജ്യത്തിനുള്ള പരമാധികാരം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ റെസ്പെക്ട് ചെയ്യപ്പെടേണ്ടതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ഭീകരവാദ സംഘടന എന്ന രീതിയിലത്തേക്ക് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സംഘടനയെ നമ്മളെടുക്കുക, ഒരു നിരോധിത സംഘടന, ഇപ്പോൾ ഹിസ്ബുൾ മുജാഹിദീൻ ഇന്ത്യ നിരോധിച്ചിരിക്കുന്ന ഒരു സംഘടന, അല്ലെങ്കിൽ ലഷ്കർ ഇ തൈബ, ഇങ്ങനെയുള്ള സംഘടനയുമായിട്ട് ചേർന്ന് അവർക്ക് നീതി കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിൽ വേറെ ഏതെങ്കിലും രാജ്യത്ത് നിന്ന് വരുന്ന ആൾക്കാർ പ്രതിഷേധിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കുക. വല്ല നൈജീരിയക്കാരോ ശ്രീലങ്കക്കാരോ അല്ലെങ്കിൽ ഇനി അമേരിക്കക്കാരോ ഒക്കെ തന്നെ നമ്മുടെ നാട്ടിൽ കൂട്ടം കൂട്ടമായിട്ട് ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു പ്രതിഷേധ പ്രകടനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യം ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഘടനയ്ക്ക് അനുകൂലമായിട്ട് നമ്മുടെ രാജ്യത്തിനെതിരെയുള്ള പ്രതിഷേധമായിട്ട് നമ്മുടെ നിലപാടുകളെ ചോദ്യം ചെയ്തുകൊണ്ട് ഇവരൊക്കെ തന്നെ പ്രതിഷേധത്തിന് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും പറയുക? നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ പോലുമല്ല, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ അതിന് ഒരു പരിധി ഉണ്ടായിരിക്കാം, ഒരുപക്ഷെ ഇവരുടെ ഒരു അഭിപ്രായ വ്യത്യാസമാണ് എന്ന് പറയാം. പക്ഷേ ഇതല്ല, ഇത് വേറെ ഏതോ രാജ്യത്ത് നിന്നുള്ള ആൾക്കാർ ഇവിടെ വന്ന് എന്തോ കാര്യത്തിന് വരുന്നു, പക്ഷേ അവരെല്ലാവരും തന്നെ സ്ട്രീറ്റ്സിലേക്ക് പോയിട്ട് ഈ രീതിയിലത്തേക്കുള്ള പ്രകടനം നടത്തുകയാണ് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അപ്പോൾ അത് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പല കമ്മ്യൂണിസ്റ്റുകളും മറ്റുമൊക്കെ തന്നെ ഇതിനെ അംഗീകരിക്കുന്നുണ്ടെങ്കിലും സത്യത്തിൽ അങ്ങനെ ഒന്നും തന്നെയല്ല അത് പ്രവർത്തിക്കുന്നത്. അവരാണ് ഇന്ത്യ ഭരിക്കുന്നത് എങ്കിൽ പോലും ഇങ്ങനെയുള്ള ഒരു വിഘടനവാദ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരിക്കലും അനുവദനീയമായിട്ടുള്ള കാര്യമല്ല. സ്വന്തം പൗരന്മാർ ചെയ്താൽ പോലും പ്രശ്നമാകുന്ന കാര്യമാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ നാട്ടിൽ ലഷ്കർ ഇ തൈബയെ പിന്തുണച്ചുകൊണ്ട് ഇന്ത്യക്കാർ തന്നെ ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു സമരമോ പ്രതിഷേധ പരിപാടികളോ ഒക്കെ തന്നെ നടത്തി കഴിഞ്ഞാൽ അത് തന്നെ പ്രശ്നമാണ്. അപ്പോൾ പിന്നെ വിദേശികളായിട്ടുള്ള ആൾക്കാരാണെങ്കിലോ, ഇത് ഒരിക്കലും ഒരു രാജ്യത്തിന് ടോളറേറ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ല. ഈ മനുഷ്യാവകാശം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്, അവർ നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നതിനപ്പുറത്തേക്ക് ഇതൊന്നും തന്നെ ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിനെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് വന്നാൽ അത് മുളയിലേ തന്നെ നുള്ളേണ്ടതാണ്. ഇത്തവണ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ചെയ്തിരിക്കുന്ന ഏറ്റവും നല്ല കാര്യമെന്ന് പറയുന്നത് ഇതായിരിക്കും ഞങ്ങളുടെ പോളിസി എന്ന് ആദ്യം തന്നെ പ്രഖ്യാപിച്ചു. ഇല്ലീഗൽ ഇമിഗ്രൻസിനോടും വീസ ഏതെങ്കിലും ഒരു കാര്യത്തിൽ എടുത്തതിന് ശേഷം അവിടെ വന്ന് മറ്റുള്ള വിഘടനവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആൾക്കാർക്കും യാതൊരു വിധത്തിലുള്ള മാപ്പും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ദൃഷ്ടാന്തം എന്ന രീതിയിലത്തേക്ക് മറ്റ് രാജ്യങ്ങൾക്കൊരു മെസ്സേജ് കൊടുക്കുന്നു എന്ന രീതിയിലത്തേക്കാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് ചേഞ്ച് ചെയ്തുകൊണ്ട് ഇല്ലീഗൽ ഇമിഗ്രൻസിനെ കൊണ്ടുവന്നത്. ഇപ്പോൾ ഇല്ലീഗൽ ഇമിഗ്രൻ്റ് എന്ന് പറയുന്നത് അവിടെ വീസ ഔട്ട്സ്റ്റേ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് എങ്കിൽ ഇത് പൂർണ്ണമായിട്ടും ആ രാജ്യം ഒരു കുറ്റകൃത്യമായിട്ട് ഡയറക്റ്റ്ലി ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ഒരു കാര്യത്തിലേക്ക് നേരിട്ട് പോയി പബ്ലിക്കായിട്ട് ഇൻവോൾവ് ചെയ്യുകയാണ്. ഇല്ലീഗൽ ഇമിഗ്രൻ്റ് പബ്ലിക്കായിട്ടല്ല, അവർ രഹസ്യമായിട്ടാണ് കഴിയുക. ഇതങ്ങനെയല്ല, ഇത് പബ്ലിക്കായിട്ടാണ്. ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ നാളെ മറ്റെന്തെല്ലാം ചെയ്തുകൂടാ, അതാലോചിച്ച് നോക്കുക. മറ്റെന്തെല്ലാം കാര്യങ്ങളിലേക്ക് അവർ ഇടപെടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇവരെ ഇത്ര വലിയ പിന്തുണ നമുക്ക് അമേരിക്കയിലുണ്ട് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിലൊരു നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പല ആൾക്കാരെ ഉപയോഗിക്കാൻ ഈ സംഘടനകൾക്ക് പോലും മാർഗമുണ്ടാകും. ഒരുപക്ഷെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ബാദർ സുരിയുടെ കാര്യത്തിലൊക്കെ തന്നെ അങ്ങനെയാണോ സംഭവിച്ചിരിക്കുന്നത് എന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ അത് ഈ പറഞ്ഞിരിക്കുന്നത് പോലെ വീട്ടിൽ നിന്ന് അദ്ദേഹം പിടിയിലാകുന്നു, പിന്നീട് ഡീറ്റെയിൻ ചെയ്യപ്പെടുന്നു. ഇനി കോർട്ട് ഹിയറിംഗ് ഒക്കെ തന്നെ പെൻഡിങ് ആണ്. അത് കൃത്യമായ രീതിയിൽ ആ രാജ്യത്തെ നിയമം എന്താണോ അനുശാസിക്കുന്നത് അതിന് കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാർ അവിടെ ഉണ്ട്. ഇയാളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ ഉണ്ട്. അത് അവർ തീരുമാനിക്കട്ടെ. അല്ലാതെ നമ്മളിവിടെ കിടന്ന് ബഹളം കൂട്ടിയുകൊണ്ടൊന്നും യാതൊരു വിധത്തിലുള്ള കാര്യവുമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ പൂർണ്ണമായും അമേരിക്കയുടെ നിലപാട് ശരിയാണെന്നാണ് ഞാൻ കരുതുന്നത്. ഏതൊരു രാജ്യവും അവരുടെ നാട്ടിൽ എന്തൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരുണ്ടോ ആ കാര്യം ചെയ്തതിന് ശേഷം പൂർത്തീകരിച്ച് മടങ്ങുക എന്നതിനപ്പുറത്തേക്ക് ഇങ്ങനെ ആക്ടിവിസം കാണിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഇതൊരു പാഠമായിരിക്കണം. ഇതിൽ കൂടുതൽ ഈ രഞ്ജനി ശ്രീനിവാസന്മാരും ഈ പറയുന്ന ബാദർ പുരിമാരും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ എല്ലാവരെയും തന്നെ ബാദർ സുരിമാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ എല്ലാവരും തന്നെ ആ രാജ്യത്ത് നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടി അമേരിക്ക ശ്രമിക്കണം എന്ന് തന്നെയാണ് എൻ്റെ നിലപാട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.